രണ്ട് മലയാളികൾ വെല്ലുവിളിച്ച് ദുബായിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗുവ വിളിച്ച് ടിക്ടോക്കിലൂടെ സംസാരിച്ച് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരുത്തൻ ഒരാളിനെ കുത്തിക്കൊന്നു. 40 വയസ്സുള്ള ആളാണ് മരണപ്പെട്ടത്. ഗോഗുവ വിളിക്ക് പരിഹാരം തേടാനായി, നേർക്ക് നേരെ തീർക്കാനായി ഒരാളെത്തിയപ്പോൾ തീർക്കാനായി തന്നെ മറുതലയ്ക്കൽ വന്നവൻ കൊല്ലംകാരനാണ് എന്നാണ് പ്രാഥമിക വാർത്തകളിൽ കാണുന്നത്. പേരുമൊന്നും പുറത്തു വന്നിട്ടില്ല. പേരെന്തായാലും ഒരു സംശയമേ എനിക്ക് ബാക്കിയുള്ളൂ. എടാ, ജീവിക്കാനാണ് എല്ലാവരും ഈ നാട് വിട്ടു പോകുന്നത്. മരിക്കാനും കൊല്ലപ്പെടാനുമാണെങ്കിൽ ഈ നാട് പോലെ ഭംഗിയുള്ള ഒരു നാട് വേറെങ്ങുമില്ല. കാരണം കൊല്ലപ്പെട്ടാൽ ഒരുത്തിനെയും പിടിക്കത്തുമില്ല. ശിക്ഷ കിട്ടിയാൽ തന്നെ പുറത്ത് സുഖമായി ജീവിക്കാം. നിന്നെക്കൊണ്ടുള്ള കച്ചവടവും തീർന്നു, എല്ലാം തീർന്നു, വളരെ ഭംഗിയായി നടക്കാം. ജീവിക്കാൻ ഇവിടെ പാടും, മരിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു രാത്രി വെറുതെ മഹാനഗരത്തിലിറങ്ങി ആരോടെങ്കിലും 2 വർത്തമാനം പറഞ്ഞാൽ മതി, അവിടെ മുണ്ടുരിയാനും കൊല്ലാനും ആളുകൾ റെഡിയാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. അങ്ങനെ ഉരിഞ്ഞു കഴിയുമ്പോൾ ഇനി നീ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉടുത്തത് എന്നുകൂടിയാണ്. അത് മരിച്ചവരോടും ഇതേ ചോദ്യം തന്നെ വേണമെങ്കിൽ ചോദിച്ചു കളയും. ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു നാട്ടിൽ ജീവിക്കാൻ പോയി അവിടെ ചെന്ന് ടിക്ടോക്കിലോ കുട്ടോക്കിലോ ഒക്കെ കുത്തി കളിക്കുമ്പോൾ അതൊരു തമാശയ്ക്കപ്പുറത്തേക്ക് അവിടെ ചെന്നും വെല്ലുവിളിയും കുടുംബവും മക്കളും ഒക്കെ ഉള്ളവന്മാർ അതിനിറങ്ങി പുറപ്പെട്ട് ഇത് അവിടെ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസം തോന്നി. എന്തായാലും ഇതിലൊരു കാര്യമുണ്ട്. അവിടെ ചെയ്തതുകൊണ്ട് ആ ചെയ്തവൻ്റെ കത്ത ഊതി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതിനൊരു പരിഹാരം ഉണ്ടാവും, ഒരു തീർപ്പുണ്ടാവും. ആ തീർപ്പ് ചെയ്യാൻ അവിടെ അനുവദിക്കണം. അതിന് പകരം ഇതുപോലെ കളിച്ച് കൊല്ലപ്പെടുന്നവൻ അവൻ്റെ അമ്മയോ അമ്മുമ്മയോ അല്ലെങ്കിൽ ആ ഉമ്മുമായോ ഉപ്പുപ്പായോ മുഖം കാണണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി 10-50 കോടി രൂപ പിരിച്ചു കൊടുത്ത് അവനെ ഇവിടെ കൊണ്ടുവന്ന് അവനെ ആഘോഷിച്ച് പള്ളിയിൽ ജുമാ കഴിയുമ്പോൾ എഴുന്നേറ്റ് നിർത്തി മിമ്പറിൽ കയറ്റി നിർത്തി കുത്തുബ ഓതിച്ച് അവൻ ബദർ യുദ്ധം കഴിഞ്ഞ് വരുന്ന ഏതോ സഹാബിയെപ്പോലെ വളരെ ആവേശപൂർവ്വം തൊടാനും തലോടാനും മുത്താനും നക്കാനും വേണ്ടി ബഹളം വെച്ച് കളയുന്ന കാഴ്ചയും കൂടി ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് കാണേണ്ടി വരും. ഏതായാലും ഇന്നലത്തെ കുത്ത് കണ്ടപ്പോൾ ആ കുത്തിനോടൊപ്പം സാമൂഹ്യ മാധ്യമത്തിലെ ചില പുളുത്തുകളും കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും തെറ്റ് ചെയ്യുന്നവൻ അതിന് അർഹമായ ശിക്ഷ അനുഭവിക്കാൻ അവസരം നൽകുകയും ആ ശിക്ഷിക്കപ്പെടുന്നവൻ്റെ തെറ്റിനെ വെറുക്കുകയും ആ കുറ്റത്തെ ആ രീതിയിൽ കാണുകയും ആണ് ചെയ്യേണ്ടത്. അല്ലാതെ കുറ്റകൃത്യവും കുറ്റവാളിയും ഏതാണ്ട് മഹാസംഭവം പോലെ ആഘോഷിക്കാനുള്ളതല്ല. അതുകൊണ്ട് ടിക്ടോക്ക് കണ്ടപ്പോഴും ഞാൻ മനസ്സിൽ ഓർത്തു, ഇവിടെ ശിക്ഷിച്ചാലും ചിലപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് വലിയ സംഭവമാക്കി മാറ്റുന്നൊരു കാലം ഇനിയും ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നവരോട് പറയുന്നത്, മരിക്കാനാണെങ്കിൽ നിങ്ങൾ ദയവായി അവിടെ കിടന്ന് അവസരം തേടരുത്. ഇവിടെ ഇഷ്ടംപോലെ അവസരമുണ്ട്. വല്ല നാട്ടിലും പോകേണ്ടത് ജീവിക്കാനാണെന്ന് മറക്കുകയും ചെയ്യരുത്.